ഉണ്ണിമായെ, നീ ആ പെട്ടിങ്ങെടുത്തേ. ഇതെന്താ, വല്ല നിധിയും കിട്ടിയോ? ഇതിനകത്തെ ഒരു നിധി തന്നെയാ, നീ കാണാത്ത വലിയൊരു നിധി. ഇതെവിടുന്നാ? എന്നെ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. അമ്മ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നതാ. ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് കാലം മുന്നേ. ആ, അത് ശരി. എന്നിട്ടാണോ ഞാനിവിടെ കിടന്ന് കാശിന് നെട്ടോട്ടോടുമ്പോ ഒന്നും പറയാതിരുന്നേ? പറഞ്ഞിരുന്നെങ്കിലേ എന്നെ ഇതൊരു ലോക്കറിൽ കിടക്കേണ്ടതായിരുന്നു. ആ, അതുകൊണ്ട് തന്നെയാ പറയാതിരുന്നത്. എന്നെ കൊന്നാലും ഞാനിത് എടുക്കില്ലെന്ന് തീരുമാനിച്ചതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയാതിരുന്നത്. ആ, എന്തായാലും കയ്യിലിരിക്കട്ടെ. ആശുപത്രിയിൽ ചെല്ലുമ്പോ പണത്തിന് ആവശ്യം വരുമ്പോ വിൽക്കാലോ. ഇത് വിറ്റിട്ടേ പിന്നെ നീ എന്റെ അടുത്തേക്ക് വരണ്ട, കേട്ടല്ലോ. ഇതേ നിന്റെ കല്യാണത്തിന് തരാൻ വേണ്ടി വാങ്ങി വെച്ചതാ. കല്യാണോ? ചെക്കനെയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, അല്ലടി ഉണ്ണിമായെ. ദേ, ഒരുപാട് കാലം താമസിപ്പിക്കാനൊന്നും പറ്റില്ല. കല്യാണം പെട്ടെന്ന് നടത്തണം. ശരി, ആശുപത്രിയിൽ പോയി അമ്മയുടെ അസുഖം മാറുന്നത് വരെ എനിക്കൊരു അവധി തരുമോ? ഓപ്പറേഷൻ പോകുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന് കാണണമെന്നാ എന്റെ ആഗ്രഹം. അമ്മേ, നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയല്ലേ. ഏതെങ്കിലും ഒരു ചെക്കനെ കണ്ടുപിടിച്ചാ മതിയോ? എനിക്ക് അയാളോട് സംസാരിക്കണ്ടേ? എനിക്ക് അയാളെ ഇഷ്ടപ്പെടണ്ടേ? അയാളുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ? കുറച്ച് സമയമെടുക്കുന്നത് തന്നെയാ നല്ലത്. അത് മതി കേട്ടോ അമ്മേ. ഒന്നും ആലോചിക്കാതെ കല്യാണം കഴിക്കുന്ന ചില ആളുകള് കിടന്ന് പാടുപെടുന്ന ഞങ്ങൾ കാണുന്നതാ. ഇവളുടെ കാര്യത്തിലേ ഒന്നും ആലോചിക്കാതെ ഞാൻ എടുത്തു ചാടുവൊന്നുമില്ല. എനിക്കറിയാം നല്ല കാര്യം ഏതാന്ന്. ഇതുണ്ടോ? പിന്നില്ലാതെ. നിന്റെ കഴിവിനുള്ള അംഗീകാരമായിട്ട് ഒരു തറവാട്ടുകാര് തന്നതല്ലേ. ഇത് വേണമെങ്കിൽ പണയം വെക്കാന്നോ വിൽക്കാന്നോ ഒക്കെ ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ ഒരു ദിവസം എടുത്താലോന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷേ നിനക്ക് ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നി. നാഗദൈവങ്ങളുടെ ഒരു സമ്മാനം പോലെ. ഇവളുടെ കയ്യിൽ നിന്ന് ആ വള ഉരുണ്ടുപോയി ഒരു പാമ്പിന്റെ പൊത്തി വീണു. ഒന്നും നോക്കാതെ ഇവള് കൈയിട്ടെടുത്തു. എന്നിട്ട് എന്തിനാടി പണ്ടെങ്ങോ നടന്ന കാര്യം പറഞ്ഞ അമ്മേനെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? എന്നിട്ട് എന്താ ഉണ്ടായിന്ന് പറ. എന്നിട്ട് എന്തുണ്ടാവാനാ? ഞാൻ ഈ വളയും എടുത്തിട്ട് ഇങ്ങ് പോന്നു. ആ സമയത്ത് പാമ്പ് പൊത്തിലുണ്ടായിരുന്നു. ഞാൻ മാളത്തിനടുത്തുനിന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോ അത് പുറത്തു വരികയും ചെയ്തു. കണ്ടോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ വളയുടെ കാര്യത്തില് എന്താ എന്റെ മനസ്സിലുണ്ടായെന്ന്. നീ അത് കയ്യിലിട്. ഇട്ടേ, ഇടടി. പോരെ ഉണ്ണി, ഞങ്ങള് നാളെ നേരത്തെ ഇറങ്ങും കേട്ടോ. ഞാൻ വിളിക്കാമേ. ഇവളുടെ അടുത്ത് നിൽക്കുമ്പോഴെങ്കിലും സമയത്ത് ഭക്ഷണം കഴിച്ചോളണം കേട്ടോ. എല്ലാം നോക്കിക്കൊള്ളാടി. കൃഷ്ണ ഒരു കാര്യം ഏൽപ്പിച്ച് പോയിട്ട് ഒരു വീഴ്ചയും ഇല്ലാതെ നീ അത് ചെയ്തു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ അമ്മ ഒന്നും മറക്കില്ല കേട്ടോ. ഇവളെ പോലെ ഈ അമ്മയുടെ മനസ്സിൽ എന്ന് നീ ഉണ്ടാവും, അമ്മയുടെ പ്രാർത്ഥനയിലും ഉണ്ടാവും. എന്താ ബസ്സിലിരുന്നിട്ട് ക്ഷീണായോ അമ്മേ? സാരമില്ല. ഇനിയിപ്പം നമ്മൾ എവിടേക്കാ പോകുന്നേ? നിർത്ത്. വാ. ശരി.
ദേ അമ്മേ, ഇവരുടെ വീട്ടിലേക്കാണോ നമ്മളിപ്പോ പോകുന്നേ? അതെ അമ്മേ, നമുക്കിപ്പോ ഇവിടെ ഇവരല്ലേ പരിചയക്കാരായിട്ടുള്ളൂ. ഞാൻ വരില്ലേ. അവൻ ശരിയല്ല. എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ നിന്നെ തമ്മിൽ അകറ്റും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അമ്മ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും വേണ്ട. മനസ്സിലൊരു തീപ്പൊരി വീണ അതങ്ങനെ തന്നെ കിടക്കും. ഗോപാലേട്ടാ, നമ്മളെ കണ്ടത് തങ്കേച്ചിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അത് ഞാനെന്ന് ചോദിച്ച കാര്യങ്ങൾ ഓർത്തിട്ടാ. നമ്മുടെ ഉദ്ദേശം കൃഷ്ണയെ സിത്താര മേഡത്തിന്റെ മുന്നിൽ എത്തിക്കുകയായിരുന്നില്ലേ? അത് നടന്നല്ലോ. ഇനി തങ്കയോട് ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അതാ നല്ലത്. കൃഷ്ണ തങ്കയുടെ മകളാണോ സിത്താര മേഡത്തിന്റെ മകളാണോ എന്ന കാര്യം നമുക്കങ്ങോട്ടേക്കാം. അത് തെളിയുമ്പോ തെളിയട്ടെ. അമ്മേ, ഗോപാലമാമ ഇനി ഒരു കാര്യം പോലും അമ്മയോട് ചോദിക്കില്ല. അത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. ഷോ, പാവങ്ങള അമ്മേ. എന്തേലും മനസ്സിൽ തോന്നിയാ അവരതങ്ങ് വെട്ടി തുറന്ന് ചോദിക്കുകയുള്ളൂ. വേറൊരു മാർഗവും ഇല്ലല്ലേ? ഇവിടെ വരെ വന്നിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കാനും എനിക്ക് പറ്റില്ലല്ലോ. വാ.